അതെ, ഇവിടെ വരുമ്പോൾ നമുക്കൊരു പൂന്തോട്ടം എത്തുന്നതിനേക്കാൾ വലിയ ഓണത്തിൻ്റെ ഒരു ഓണത്തുമ്പി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണുന്ന പോലെ ഒരു പൂ വരുമ്പോൾ നമുക്ക് ചിങ്ങം തുടങ്ങുമ്പോൾ ഒരു ഓണത്തിൻ്റെ പ്രതിനിധിയാണ് ഇവിടെ വരുമ്പോൾ നമുക്ക് കിട്ടുന്നത്. കൊള്ളാം, അടിപൊളിയാ. ഞങ്ങൾ ഫോട്ടോ ഒക്കെ എടുക്കാൻ വരും. പത്തനംതിട്ട ഏനാതിമംഗലം പഞ്ചായത്തിലെ ബന്ദിപ്പൂ തോട്ടത്തിലാണ് ഉള്ളത്. മനോഹരമായ ബന്ദിപ്പൂ തോട്ടമാണ്. ധാരാളം ആളുകളാണ് ഇവിടെ സെൽഫി എടുക്കാനും ഫോട്ടോ എടുക്കാനൊക്കെ എത്തുന്നത്. ഇതിന്റെ കൃഷി നടത്തുന്നത് നമ്മുടെ കുന്നേട പഞ്ചായത്തിലെ സുമതി ചേച്ചിയാണ്. ചേച്ചിയുണ്ട്, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ആദ്യം ചേച്ചിയോട് ചോദിക്കാം. ചേച്ചി, നല്ല രസമുണ്ട് ഇത് കാണാൻ. എങ്ങനെയാണ് ഈ ഒരു നാട്ടുകാർക്ക് ഈ ഒരു ബന്ദിപ്പൂ കൃഷിയിലേക്ക് എത്തുന്നത്? എനിക്ക് വലിയ ഇഷ്ടമാണ് ഈ ബന്ദിപ്പൂ കൃഷി ചെയ്യാൻ. ഞാൻ പലയിടത്തും TV കൂടെ കണ്ടിട്ടുണ്ട്. അങ്ങനെ എനിക്കും ഒരാഗ്രഹം തോന്നി. ഞാൻ എൻ്റെ കൃഷിഭവനിൽ ചെന്ന് കൃഷി ഓഫീസറോട് ചോദിക്കുകയും അവരെനിക്ക് അന്ന് അവിടെ ഇല്ലെന്ന് പറഞ്ഞു. വീണ്ടും ഞാൻ വന്ന് തമിഴ്നാട്ടിൽ നിന്ന് തൈ വാങ്ങിച്ചു. നട്ട് 20 സെൻറ്റിനകത്ത് നട്ട് 1500 മൂട് തൈ നട്ട് അത് നല്ലപോലെ കിളിച്ച് വന്ന് അതെനിക്ക് കാണാൻ നല്ല സന്തോഷമാണ്. ഇതിനകത്ത് ഇഷ്ടം പോലെ പിള്ളേരും വലിയ ആൾക്കാരും അമ്മമാരും വല്യമ്മമാരും എല്ലാം വന്ന് രാവിലെയും വൈകിട്ടും വന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട്. അത് കാണുമ്പോൾ എൻ്റെ മക്കളെ പോലെ ഞാനിത് വളർത്തിക്കൊണ്ടുവന്ന് ഇപ്പോൾ ഇതിനകത്ത് അതിനുപരി ആൾക്കാർ വരുന്നതാണ് എനിക്ക് സന്തോഷം. നല്ലപോലെ വിളവുണ്ട്. 10 കിലോ ഇപ്പം കൃഷിഭവനിലേക്ക് ഞാൻ കൊടുത്ത്. പിന്നെ ഈ സ്ഥലം തന്നെ ഭാനുദേവൻ എന്ന് പറഞ്ഞ സാറാണ് എനിക്ക് 2.5 ഏക്കർ സ്ഥലം കൃഷിക്കാന്ന്. എല്ലാ കൃഷിയുണ്ട്. ചേനയും കാച്ചിലും വാഴയും കപ്പയൊഴിച്ച് എല്ലാ കൃഷികളും ഉണ്ട്. പിന്നെ എൻ്റെ വാർഡ് മെമ്പർ 11ാം വാർഡിലെ ഉദയലക്ഷ്മി എന്നു പേരുള്ള ആ സാറാണ് എൻ്റെ തൊട്ടപ്പുറത്ത് നിൽക്കുന്ന ഈ സാറ് എൻ്റെ വീട്ടിലെ എൻ്റെ അനിയത്തിയായിട്ടും എൻ്റെ ഒരു കൂടപ്പറപ്പ്. എനിക്ക് പൈസ ഇല്ലാതെ വരപ്പോൾ ഈ ഭാനുദേവൻ സാറും എൻ്റെ കൃഷിയിൽ ഒരു നഷ്ടമാവുന്നുണ്ട് ഞാൻ ഓടിപ്പോയി കരഞ്ഞു പറയുന്ന മെമ്പറുടെ അടുത്താണ്. പക്ഷേ എനിക്ക് അന്നേരം എന്നെ സഹായിച്ച് എൻ്റെ കൈ പിടിച്ച് കൃഷിഭവനും ഭാനുദേവൻ സാറും ഈ വാർഡ് മെമ്പറും അവരുടെ സഹായത്തോടെ പിന്നെ എൻ്റെ അയൽവക്കക്കാർ എൻ്റെ ഈ ചെടി അവരും സന്തോഷിക്കുന്നുണ്ട്. അവർ നല്ലപോലെ സന്തോഷിക്കുന്നുണ്ട്. അവരെന്നും എനിക്ക് സഹായമായിട്ട് എൻ്റെ കുടുംബശ്രീക്കാരായാലും തൊഴിലുറപ്പുകാരായാലും എൻ്റെ നാട്ടുകാരായാലും പിന്നെ അതിനുപരി എനിക്ക് സന്തോഷമായി ഈ കൃഷി ചെയ്ത് നല്ല ഇത് പൂത്ത് നിൽക്കുന്ന കാണുന്നത് എനിക്ക് സന്തോഷമാണ്. വീട്ടിലെ മറ്റാരൊക്കെ? ഭർത്താവ്, 2 മക്കൾ, 2 പേരെയും കെട്ടിച്ചു. അവർ 2 പേരും അവരവരുടെ വീട്ടിലാണ്. അവർ കാണാൻ വരും. അവർ വരുന്നതിൻ്റെ അന്ന് എന്നെ സഹായിക്കുകയും ചെയ്യും കൃഷി. അല്ലാതെ ഞാൻ ഒറ്റയ്ക്കാണ്. എന്തായാലും ഒരു വനിതാ കർഷകയുടെ വിജയം കൂടിയാണ് അത്. ബന്ദിപ്പൂ കൃഷി മാത്രമല്ലല്ലോ ഉണ്ടായ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആയിരിക്കുന്ന ചോദിക്കാം ഒരു നിങ്ങളുടെ പഞ്ചായത്തിൽ വനിതാ കർഷകയാണ് അല്ലേ? അഭിമാനമാണ് പഞ്ചായത്ത്. അതെ, കഴിഞ്ഞ തവണ നമ്മൾ കിഴങ്ങ് വർഗ്ഗ വികസന ഒരു പദ്ധതി ഉണ്ടായിരുന്നു. ആ പദ്ധതിയിൽ വെച്ചിട്ട് സുമതി ചേച്ചിയാണ് ആ പദ്ധതിയിൽ നമ്മൾ വാർഡിൽ നിന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അതുവഴി 200 കിലോയോളം ചേനയും മറ്റുള്ള ഇഞ്ചി, മഞ്ഞൾ അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം കൊടുക്കാനും സാധിച്ചു. അത് നല്ല രീതിയിൽ വിജയകരമായിട്ട് ആ കൃഷി പൂർത്തീകരിച്ചു പുള്ളിക്കാരി. കഴിഞ്ഞ പ്രാവശ്യത്തെ വനിതാ കർഷകർക്കുള്ള അവാർഡും സുമതി ചേച്ചിക്കായിരുന്നു. ഇത്തവണ എന്നോടും പറഞ്ഞു ഇങ്ങനെ എനിക്ക് ബന്ദിപ്പൂ കൃഷി ചെയ്താൽ കൊള്ളാമെന്ന് പറഞ്ഞു. പക്ഷേ നമ്മുടെ കൃഷിഭവനിലെ തൈ വന്നപ്പോൾ ലേറ്റായി. അതുകൊണ്ട് തമിഴ്നാട്ടിൽ നിന്നാണ് ആദ്യം തൈ എടുത്തത്. ഇപ്പോൾ രണ്ടാമത് കൃഷിഭവനിലെ തൈ ഓണം ആകുമ്പോഴത്തേക്ക് അത് പൂക്കുമെന്ന് തോന്നുന്നു. അത് ആയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് എല്ലാവരോടും പറയാനുള്ളത് പൂക്കൾ വാങ്ങിച്ച് സുമതി ചേച്ചിയെ സഹായിക്കണം. കാരണം ഇത് ഒരുപാട് കഷ്ടപ്പാടിൻ്റെ ഫലമാണ്. വളരെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ആളാണ്. അപ്പം എല്ലാവരും ഈ പൂ വാങ്ങിച്ച് സഹായിച്ച് കൃഷിയെ പ്രോത്സാഹിപ്പിക്കാൻ അങ്ങനെയേ നമുക്ക് കഴിയുള്ളൂ. അപ്പോൾ എല്ലാവരുടെയും സഹായം എന്നെ കേൾക്കുന്ന എല്ലാവരോടും എനിക്ക് പറയാനുള്ളതാണ്. ഈ പൂ വാങ്ങിച്ച് ഇപ്പോൾ ഓണപ്പരിപാടിയൊക്കെ വരികയാണല്ലോ. അപ്പോൾ തമിഴ്നാട്ടിൽ നിന്നൊക്കെ നമുക്കറിയാം മരുന്നടിച്ച പൂക്കളൊക്കെയാണ് വരുന്നത്. അപ്പോൾ നമ്മുടെ നല്ല പൂക്കൾ, നല്ല ജൈവവളം ഇട്ടാണ് ഈ കൃഷി ചെയ്തിട്ടുള്ളത്. അപ്പം എല്ലാവരും ഈ പൂ വാങ്ങിച്ച് സുമതി ചേച്ചിയെ സഹായിക്കണം. അതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം. പിന്നെ സന്തോഷം ഇത് കാണുമ്പോൾ. മറ്റൊരു കാര്യമേ, ഇവിടെ വരുമ്പോഴാണ് ഈ ഓണത്തുമ്പി ധാരാളം ഉണ്ട്. നമുക്ക് ഓണത്തുമ്പിയൊക്കെ ഇപ്പോൾ അപൂർവമായിട്ട് കാണുന്നവരായി മാറിയിരിക്കുന്നില്ലേ? അല്ല, ഞാനത് കഴിഞ്ഞ ദിവസം വന്നപ്പോൾ ചേച്ചിയോട് പറഞ്ഞു നമ്മൾ ഓണത്തുമ്പി കണ്ടിട്ട് വർഷങ്ങളായി. കാരണം ഇപ്പോൾ പൂക്കൾ ഇങ്ങനെ ഇല്ലല്ലോ. ഈ പറഞ്ഞതുപോലെ ഇവിടെ വളരെ കൃഷിക്ക് ഏറ്റവും ഉള്ള സ്ഥലമാണ് ഈ ഏനാതിമംഗലത്ത് കുന്നട എന്ന് പറയുന്നത്. ഒരുപാട് കർഷകരുള്ള സ്ഥലമാണ്. അത് എടുത്തു പറയണം. നമ്മുടെ ഏനാതിമംഗലം കൃഷിഭവനും നല്ല രീതിയിൽ കൃഷിക്കാരെ നല്ല രീതിയിൽ പ്രോത്സാഹിപ്പിച്ച് അവർക്ക് കൊടുക്കേണ്ട എല്ലാ ആനുകൂല്യങ്ങളും അവർക്ക് എത്തിച്ചു കൊടുക്കുന്നതിൽ കൃഷിഭവനും മുന്നിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. അപ്പം അത് മാത്രം
മാത്രമല്ല ഇപ്പോൾ ഇവിടെ വന്ന് നിൽക്കുമ്പോഴുള്ള സന്തോഷം ഈ പറഞ്ഞ ഓണത്തുമ്പിയും ഇപ്പോൾ ഇവിടെ തന്നെ നമ്മൾ കണ്ടല്ലോ, കൊച്ചുങ്ങളൊക്കെ ഇവിടെ വന്ന് ഫോട്ടോ എടുക്കുകയാണ്. എല്ലാവരും ഇവിടെ അറിഞ്ഞു കേട്ടൊക്കെ ഒരുപാട് ആളുകൾ ഇവിടെ വന്നിട്ട് ഫോട്ടോ എടുക്കുന്നുണ്ട്. അപ്പോൾ അതെല്ലാം കാണുമ്പോൾ വളരെ സന്തോഷം. സുമതി ചേച്ചിക്ക് ഇത് ഒരു വിജയമാവട്ടെ. ഈ കൃഷി ചെയ്യാൻ താല്പര്യമുള്ളവരെല്ലാവരും ഈ കൃഷി ഏറ്റെടുക്കണമെന്നാണ് ഞാൻ പറയുന്നത്. ഒരു വനിതാ കർഷകയുടെ വിജയഗാഥയാണ്. ക്യാമറമാൻ അഖിലേഷ് കൊടുമ്പണ്ടൊപ്പം സുജുറ്റി ബാബു, കൈരളി ന്യൂസ്, പത്തനംതിട്ട.